പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ പിണറായി വിജയനെ തള്ളി LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. ഉപനേതാവ് സംബന്ധിച്ച ചർച്ചകൾക്ക് സമയമുണ്ടെന്ന് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. സിപിയുടെ ആവശ്യം അനവസരത്തിലുള്ളതായിരുന്നുവെന്നും LDF കൺവീനർ. എന്നാൽ ഇനി ചർച്ചയില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. കേൾക്കാം. പ്രതിപക്ഷ ഉപനേതൃത്വ പദവി CPM വഹിച്ചിരുന്ന ഒരു പദവിയാണ്. CPI ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. പരസ്പര ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും ആ ശ്രമം ഞാൻ ഈ കാര്യത്തിൽ നടത്തി മുമ്പോട്ട് പോകും. ഇത് LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവട്ടെ. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ CPM കേന്ദ്ര നേതൃത്വത്തിനും കടുത്ത അതൃപ്തി. പ്രസ്താവന അനവസരത്തിലെന്നും ഇടനയക്കത്തിന് വിള്ളലുണ്ടാക്കാൻ അവസരമൊരുക്കുന്ന നടപടിയെന്നും വിലയിരുത്തൽ. അതിനിടെ പിണറായി വിജയന്റെ പ്രതികരണത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ രംഗത്തെത്തി. പിണറായി അല്ല CPMന്റെ അവസാന വാക്കെന്ന് C. ദിവാകരൻ തുറന്നടിച്ചു. വഴിയെ പോകുന്നവർക്ക് മറുപടിയില്ല എന്നും CN മോഹനന്റെ വിമർശനത്തിന് പരിഹാസം. ഒരു വ്യക്തി വിചാരിച്ചാൽ മുന്നണി സമവാക്യം മാറില്ല എന്നാണ് VS സുനിൽകുമാറിന്റെ പ്രതികരണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചോരയും നീരും കൊടുത്ത ഒരു പാർട്ടിയാണ് CPI. CPI ഇല്ലെങ്കിൽ ഏത് LDF ആണ്? ആര് പറഞ്ഞു LDF? 24 മണിക്കൂർ ഉണ്ടാവില്ല CPI ഇല്ലെങ്കിൽ LDF എന്ന് പറയുന്നത്. CPMന് സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ലേ, ഘടകമില്ലേ? പിണറായി വിജയൻ ഘടകമല്ലല്ലോ, അദ്ദേഹം ഒരു നേതാവല്ലേ? അല്ല, നടക്കണമല്ല. ആരുടെയും വ്യക്തിപരമായ അഭിപ്രായം അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ? അവർക്ക് നല്ല ലീഡർഷിപ്പ് ഇല്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ 1-ാം തീയതി എക്സിക്യൂട്ടീവ് കൂടുന്നവർ എനിക്കറിയില്ല. പിന്നെ ഇത് പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു മുന്നണി തകർച്ചയിലേക്കോ മുന്നണി ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. ആ തർക്കങ്ങൾ അതിന്റെ രാഷ്ട്രീയത്തെയോ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയോ അത് ഉലയ്ക്കുമെന്നോ അത് ബാധിക്കുമെന്നൊന്നും ആരും പ്രാഥമികമായി പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ CPIക്കോ CPMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു വ്യക്തി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വിചാരിച്ചാലോ കഴിയുന്ന കാര്യമല്ല. അതിനിടയിൽ പലപ്പോഴും ഇതുപോലെയുള്ള പല തർക്കങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ ശേഷി CPIക്കും CPMത്തിനും ഉണ്ട്. അപ്പൊ അത് ആ നിലയിൽ തന്നെ പോകുമെന്ന് മാത്രം കരുതിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. റഹീസ് റഷീദും നോബൽ മാലിക്കാരനും വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസിലേക്ക് ആദ്യം. റഹീസ്, ഈ ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ചർച്ചയ്ക്കുള്ളപ്പോൾ ചർച്ച ഇപ്പോഴും നടക്കും എന്നിരിക്കെ തന്നെ ഒരു തുറന്ന പ്രസ്താവന നടത്തി തള്ളിക്കളയേണ്ടതല്ല ഈ തീരുമാനങ്ങൾ എന്നതാണ്. അപ്പോൾ അത് പിണറായി വിജയൻ ചെയ്തതിനെ തുറന്നു തന്നെ എതിർക്കുന്ന സമീപനമാണ്. മധു, അങ്ങനെ ഒരർത്ഥത്തിൽ നമുക്ക് കാണാം. കാരണം പിണറായി വിജയൻ 3 തവണയായി ഈ വിഷയത്തിൽ അത് ക്ലോസ് ആയ ഒരു വിഷയമാണ്, ഇനി ഒരു ചർച്ചയുമില്ല, അത് CPIM തന്നെയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിനകത്ത് ഇനി ഒരു ചർച്ചയും ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ടി.പി. രാമകൃഷ്ണൻ അക്കാര്യത്തിൽ ഇനിയും ചർച്ചയാകാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരിക്കുമ്പോൾ തന്നെ ഇടതു മുന്നണിയിലെ 11 പാർട്ടികളുടെ നേതാവ് കൂടിയാണ്, അതിന്റെ കൺവീനർ എന്ന നിലയിൽ അവരുടെ നേതാവ് കൂടിയാണ് ടി.പി. രാമകൃഷ്ണൻ. ആ നേതാവെന്ന ചുമതലയിൽ ഇരുന്നിട്ടാണ് എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോകൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം കൂടി ഈ ബൈറ്റിൽ ടി.പി. രാമകൃഷ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്നത്.
അല്പസമയം മുമ്പ് നമ്മൾ ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നമുക്ക് അതിപ്പോൾ പ്ലേ ചെയ്യാം എന്ന് തോന്നുന്നു. ആ ബിനോയ് വിശ്വം TP രാമകൃഷ്ണന്റെ പ്രസ്താവനയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. അതായത് രണ്ട് ദിശയിലേക്ക് CPM-ഉം CPI-യും പോകുമ്പോൾ TP രാമകൃഷ്ണൻ അല്പം മുമ്പ് നടത്തിയ ആ പ്രതികരണം ഇവരെ ഒരു ചർച്ചയിലൂടെ പാതയിലേക്ക് കൊണ്ടുവരികയാണ്. ഇടതുമുന്നണിയുടെ ഭാഷയാണ് TP രാമകൃഷ്ണൻ എന്ന ഇടതുമുന്നണി കൺവീനർ പറഞ്ഞത് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ചർച്ചയാകാം എന്നത് ഏറ്റവും സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് എന്നുകൂടി ബിനോയ് വിശ്വം പറയുമ്പോൾ രണ്ട് തരത്തിലേക്ക് ആര് ചർച്ച ചെയ്യും, എവിടെ ചർച്ച ചെയ്യും, ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾക്കും അണികൾക്കും ഒരു എത്തും പിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് TP രാമകൃഷ്ണൻ പറയുന്നതിനെ CPI സ്വാഗതം ചെയ്യുന്നു എന്നതിൽ രാഷ്ട്രീയമുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പിണറായി വിജയൻ തർക്ക വിഷയത്തിൽ ഒരു നിലപാട് സ്റ്റേണായി പറഞ്ഞത് അതൃപ്തി ഉണ്ടാക്കുന്നു CPI-IM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് CPI-ക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കണമെന്ന നിലപാടൊന്നും CPI-M-ന്റെ കേന്ദ്ര നേതൃത്വത്തിനില്ല. പക്ഷേ അത് കൊടുക്കാതിരിക്കുമ്പോഴും അത് ഇടപെടുമ്പോൾ അത് ഡീല് ചെയ്യുമ്പോൾ ഒരു രീതിയുണ്ട്. ആ രീതി പാർട്ടി സംവിധാനങ്ങൾ വഴി ചർച്ച ചെയ്ത് ഇരു കൂട്ടരും തമ്മിൽ തീരുമാനമാവുക എന്നതാണ് രീതി. അതല്ലാതെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ ഇടതു മുന്നണിക്കകത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടാക്കാനേ കാരണമാകൂ എന്ന നിലപാട് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന്